മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത നടിയാണ് അന്തരിച്ച സുകുമാരി. സിനിമാ ലോകത്ത് ഏവർക്കും പ്രിയങ്കരിയായിരുന്നു സുകുമാരി. ഷൂട്ടിംഗ് സെറ്റുകളിൽ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറിയ സുകുമാരിയെക്കുറിച്ചുള്ള ഓർമ്മകൾ സഹപ്രവർത്തകർ പങ്കുവെക്കാറുണ്ട്. ക്യാരക്ടർ റോളുകളിൽ നടി തുടരെ പ്രേക്ഷകർക്ക് മുമ്പിലെത്തി. വൈകാര്യമായ രംഗങ്ങളും കോമഡി വേഷങ്ങളും നെഗറ്റീവ് വേഷങ്ങളെല്ലാം സുകുമാരി അവിസ്മരണീയമാക്കി. മലയാളത്തിനു പുറമെ മറ്റു ഭാഷകളിലും സുകുമാരി സജീവ സാന്നിധ്യമായിരുന്നു. നടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് സംവിധായകൻ ലാൽ ജോസ്. ഒരു മറവത്തൂർ കനവ്, മീശ മാധവൻ, ചാന്തുപൊട്ടു തുടങ്ങി ലാൽ ജോസിന്റെ നിരവധി സിനിമകളിൽ സുകുമാരി അഭിനയിച്ചിട്ടുണ്ട്. തനിക്ക് അമ്മയെപ്പോലെയായിരുന്നു സുകുമാരി എന്ന് ലാൽ ജോസ് പറയുന്നു. അമ്മയുടെ വാത്സല്യം എനിക്ക് തന്നിട്ടുണ്ട്. തന്റെ സിനിമകൾ തുടങ്ങുമ്പോൾ സുകുമാരി ചേച്ചിയായിരുന്നു പൂജയ്ക്ക് കർപ്പൂരം കത്തിച്ചതെന്നും സംവിധായകൻ ഓർത്തു. ഇടക്കാലത്ത് 1-2 സിനിമകളിൽ സുകുമാരി ചേച്ചി ഉണ്ടായില്ല. അതിന് കാരണം അവർക്ക് ഹാർട്ട് പ്രശ്നം വന്നു. ബൈപ്പാസ് സർജറി വേണ്ടി വന്നു. ആ സമയത്ത് ഞാൻ സിനിമകളിലേക്ക് വിളിച്ചില്ല. ഷൂട്ടിന്റെ തിരക്കായതുകൊണ്ട് എനിക്ക് പോയി കാണാനും പറ്റിയില്ല. പിന്നീട് ക്ലാസ്മേറ്റിൽ അഭിനയിക്കാൻ സുകുമാരി ചേച്ചിയെ വിളിച്ചു. അവർ വന്നു. സെറ്റിൽ അവർ എത്തിയപ്പോൾ ഞാൻ കാണാൻ പോയി. എന്നെ കണ്ടപ്പോൾ അവർ പൊട്ടിക്കരഞ്ഞു. മരണത്തെ മുന്നിൽ കണ്ട സമയത്ത് ഞാൻ കാണാൻ പോയില്ല എന്നാണ് ആ സങ്കടത്തിന്റെ കാരണമെന്ന് എനിക്ക് മനസ്സിലായി. താൻ കുറ്റബോധത്തോടെ കാര്യങ്ങൾ വിശദീകരിച്ചുവെന്നും സംവിധായകൻ ഓർത്തു. അവസാന കാലത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നപ്പോൾ പോലും സുകുമാരി കരിയറിനോട് പ്രതിബദ്ധത കാണിച്ചുവെന്നും ലാൽ ജോസ് പറയുന്നു. ഡയമണ്ട് നെക്ലേസ് എന്ന സിനിമയിൽ സുകുമാരി ചേച്ചി അഭിനയിക്കാൻ വന്നത് കാലിലെ പാച്ചറുമായാണ്. ഞാനത് അറിഞ്ഞില്ല. അവർക്ക് ആ സമയത്ത് സാമ്പത്തികമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാലിന്റെ പ്രശ്നം ഞാൻ അറിഞ്ഞാൽ സിനിമയിലേക്ക് വിളിക്കില്ല എന്ന് കരുതിയാണ് അവർ എന്നോട് പറയരുത് എന്ന് എല്ലാവരോടും ചട്ടം കിട്ടിയത്. ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് സുകുമാരി ഡയമണ്ട് നെക്ലേസിൽ അഭിനയിച്ചതെന്നും ലാൽ ജോസ് ഓർത്തു. തന്റെ യൂട്യൂബ് ചാനലിനോടാണ് പ്രതികരണം.